തട്ടത്തിൻ മറിയത്ത് സിനിമയിൽ മുത്തുച്ചിപ്പി എന്ന പാട്ടിന് ഹേറ്റ് കമൻറ്റുകൾ ലഭിച്ചതിനെക്കുറിച്ച് പറയുകയാണ് വിനീത് ശ്രീനിവാസൻ. അതേസമയം സിനിമയുടെ 2 ടീസറുകളും അനുരാഗത്തിൻ വേളയിൽ എന്ന പാട്ടും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടെന്നും താരം പറയുന്നു. അന്ന് ബേസ് വോയിസിൽ ഒരു ഗായിക പാടിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടാൻ പ്രയാസമായിരുന്നുവെന്ന് പറയുന്ന വിനീത് ആ പാട്ട് പാടിയത് രമ്യ നമ്പീശനായിരുന്നു എന്നും പറഞ്ഞു. ലീഫി സ്റ്റോറീസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു വിനീത് ശ്രീനിവാസൻ. അന്നത്തെ ഹേറ്റ് കമൻറ്റുകളിൽ രമ്യ ഒരുപാട് വിഷമിച്ചുവെന്നും വിനീത് കൂട്ടിച്ചേർത്തു. തട്ടത്തിൻ മറിയത്തിലെ മുത്തുച്ചിപ്പി എന്ന പാട്ട് ഇറങ്ങിയപ്പോൾ മൊത്തം ഹേറ്റ് കമൻറ്റുകളായിരുന്നു വന്നത്. നമ്മളാണെങ്കിൽ അതിനു മുൻപ് ടീസർ ഇറക്കിയിരുന്നു. അത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. സിനിമയുടെ 2ാമത്തെ ടീസറും അനുരാഗത്തിൻ വേളയിൽ എന്ന പാട്ടും അതുപോലെ തന്നെ ഹിറ്റായി. പക്ഷേ മുത്തുച്ചിപ്പി പാട്ടിന് മാത്രം ഹേറ്റ് കമൻറ്റുകൾ വരാൻ തുടങ്ങി. എന്താണ് കാരണമെന്ന് നമുക്ക് മനസ്സിലായില്ല. അന്ന് ബേസ് വോയിസിൽ ഒരു ഗായിക പാടിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടാൻ പ്രയാസമായിരുന്നു. രമ്യ നമ്പീശനായിരുന്നു ആ പാട്ട് പാടിയത്. ഹേറ്റ് കമൻറ്റിൽ രമ്യയ്ക്ക് ഒരുപാട് വിഷമമായി. പക്ഷേ പിന്നീട് ആ പാട്ട് തട്ടത്തിൻ മറിയത്തിലെ എല്ലാ പാട്ടിനെയും കടന്നുപോയി. രമ്യയ്ക്കും സച്ചിനും ഒരുപാട് അവാർഡ് ഫംഗ്ഷനുകളിൽ അവാർഡുകൾ കിട്ടി, വിനീത് ശ്രീനിവാസൻ പറഞ്ഞു. 2012 മലയാളത്തിൽ വലിയ വിജയമായ ചിത്രമായിരുന്നു തട്ടത്തിൻ മറിയത്ത്. നിവിൻ പോളിയും ഇഷ തൽവാറും ഒന്നിച്ച സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചത് വിനീത് ശ്രീനിവാസനായിരുന്നു. ചിത്രം തെലുങ്കിൽ സാഹേബ സുബ്രഹ്മണ്യം എന്ന പേരിലും തമിഴിൽ മീണ്ടും ഒരു കാതൽ കഥൈ എന്ന പേരിലും റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. അജു വർഗീസ്, മനോജ് കെ ജയൻ, സണ്ണി വെയിൻ, ശ്രീരാം രാമചന്ദ്രൻ, ഭഗത് മാനുവൽ, മണിക്കുട്ടൻ, ശ്രീനിവാസൻ, നിവേദ തോമസ് എന്നിവർ ഒന്നിച്ച ചിത്രത്തിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ ഉണ്ടായിരുന്നു.